പ്രിയപ്പെട്ടവരെ, നേപ്പാളിലുണ്ടായ കനത്ത പ്രളയത്തിൽ മരണസംഖ്യ 95 ഉയർന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ടിബറ്റിന്റെയും നേപ്പാളിന്റെയും അതിർത്തി പ്രദേശത്താണ് വലിയ മിന്നൽ പ്രളയമുണ്ടായത്. മഞ്ഞുമലയും കൂറ്റൻ പാറകളും ഇടിഞ്ഞു വീണതാണ് പ്രളയത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഒരു അവലാഞ്ചയുണ്ടായി, അഥവാ മഞ്ഞുമല ഇടിഞ്ഞതാണ് പ്രളയം ഇത്ര രൂക്ഷമാക്കിയത് എന്നാണ് ഇപ്പോൾ വിദഗ്ധ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പ്രളയബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ അയച്ചിട്ടുണ്ട്. അതേസമയം 133 ഇന്ത്യക്കാരെ കാണാതായെന്നാണ് പുതിയ റിപ്പോർട്ട്. വഴിയരികിൽ കുടുങ്ങിയ 36 അംഗ മലയാളി വിനോദസഞ്ചാരികളുടെ സംഘം സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് നിരവധി റോഡുകളിലുണ്ടായ ഗതാഗതം തടസ്സം മൂലം നിരവധി വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുകയാണ്. കാഴ്ചകൾ കണ്ടുവരാം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ചൈനീസ് ടിബറ്റിന്റെയും നേപ്പാളിന്റെയും അതിർത്തിയിലൂടെ കടന്നുപോകുന്ന ഭോട്ടെ കോശി നദിയുടെ തീരമാണ്. ഈ ഭോട്ടെ കോശിയുടെ നദിയുടെ തീരത്ത് ഉള്ള ഒരു ജില്ലയിലെ പൂർണ്ണമായുമുള്ള ജനവാസ മേഖലകൾ അപ്പാടെ ഈ മിന്നൽ പ്രളയം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് റസ്വാ ജില്ല ഈ ചൈനീസ് ടിബറ്റിന്റെയും നേപ്പാളിന്റെയും അതിർത്തി പങ്കിടുന്ന ഈ ഭോട്ടെ കാശി നദിയോട് ചേർന്ന് കിടക്കുന്ന റസ്വാ ജില്ല പൂർണ്ണമായും പ്രളയത്തിന്റെ ദുരന്ത ഫലം അനുഭവിച്ചു എന്നുള്ളതാണ്. നമുക്കൊരു ദൃശ്യം കാണാം. ഈ റസ്വാ ജില്ലയിൽ തന്നെയുള്ള ഒരു ഇമിഗ്രേഷൻ, അതായത് ചൈനീസ് ടിബറ്റൻ ഭാഗത്ത് നിന്ന് നേപ്പാളിലേക്കും നേപ്പാളിൽ നിന്ന് ചൈനീസ് ടിബറ്റൻ മേഖലയിലേക്കും പോകുന്ന യാത്രികർക്ക് വേണ്ടി പ്രത്യേകിച്ച് കൈലാസ് മാനസരോവർ യാത്രയൊക്കെ നടത്തുന്ന തീർത്ഥാടകർ നിരന്തരമായി ഈ ഇമിഗ്രേഷൻ ഓഫീസിലൂടെയാണ് പോകാറ്. ആ ഇമിഗ്രേഷൻ ഓഫീസ് നിൽക്കുന്നത് ഈ കോസി റിവറിൻ്റെ ഭോട്ടെ കോസി റിവറിൻ്റെ തീരത്താണ്. ആ ഇമിഗ്രേഷൻ ഓഫീസ് അപ്പാടെ നിലം പൊത്തുന്ന കാഴ്ചയാണ് ആദ്യഘട്ടത്തിൽ പ്രേക്ഷകർ കണ്ടത്. അപ്രതീക്ഷിതമായി വന്ന മിന്നൽ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ ഓടുന്നതും പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭോട്ടെ കോശി നദിയുടെ തീരത്തുള്ള വലിയ ഇമിഗ്രേഷൻ ഓഫീസ്. ഈ ഇമിഗ്രേഷൻ ഓഫീസ് പൂർണ്ണമായും തകർന്നു. ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ വലത്തു നിന്നും ഇടത്തു നിന്നും ചെളിയും മണ്ണും പാറയും മഞ്ഞുമലയുടെ അവശിഷ്ടങ്ങളും അടങ്ങിയ വലിയ പ്രളയാവശിഷ്ടങ്ങൾ ഈ കെട്ടിടത്തെ പൂർണ്ണമായും തകർത്തെറിയുകയായിരുന്നു. അവിടെ സദ്ഗുരു സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള തീർത്ഥാടകരും ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 133ഓളം ഇന്ത്യക്കാരെ കാണാനില്ല. 400ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. 95 പേരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു. നേപ്പാൾ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി. നേപ്പാളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തുന്നതിനാൽ ഇപ്പോൾ നമ്മുടെ ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കോസി നദിയിലും അതേപോലെ ഗണ്ഡക് നദിയിലുമെല്ലാം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടിബറ്റിലെ മഞ്ഞു തടാകം തകരാൻ സാധ്യതയുണ്ടെന്നും നേപ്പാളിൽ വീണ്ടും പ്രളയമുണ്ടാകുമെന്നും ചൈന ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇന്ത്യയും പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ എയർഫോഴ്സ് സംഘം അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തും. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം പലയിടത്തും ദുഷ്കരമായിരുന്നു. ആ കാഴ്ച കാണാം. അപ്പോഴും ചില ആളുകളെയൊക്കെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഹെലികോപ്റ്റർ ഈ ഭോട്ടെ കോശി നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് അവിടെ ഒറ്റപ്പെട്ടുപോയ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആദിൽ പാലോട് നമുക്കൊപ്പമുണ്ട്. ആദിൽ പാലോട്, ഇന്ന് 3 മണിയോടുകൂടിയാണ് ഈ ഭോട്ടെ കോശി നദിയുടെ പ്രഭവസ്ഥാനത്ത് നിന്ന് ഒരു മഞ്ഞുമല ഇടിഞ്ഞു വീണതാണ് എന്നതാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. എന്തായാലും ഒരു ചെറിയ ഭൂചലനം ഉണ്ടായി എന്നൊക്കെ തരത്തിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ഇരച്ചെത്തിയ മിന്നൽ പ്രളയമാണ് ഈ ഭോട്ടെ കോശി നദിയെയും ഒപ്പം റസ്വാ ജില്ലയും മൊത്തം കവർന്നെടുത്തിരിക്കുന്നത്. മരണസംഖ്യ എത്രയെന്ന് ഇപ്പോഴും പൂർണ്ണമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നാശനഷ്ടങ്ങൾ എത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 4 ജില്ലകളിൽ പൂർണ്ണമായും ഈ മിന്നൽ പ്രളയ ബാധിതമാണ് എന്നുള്ള വിവരമാണോ ഇപ്പോൾ ലഭിക്കുന്നത്? മലയാളികൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നമ്മൾ കരുതുന്നത്? ആദിൽ പാലോട്. അരുൺകുമാർ, ഉറപ്പായും വലിയ ആശങ്ക ഉയർത്തുന്ന, നേപ്പാൾ വിറങ്ങലിച്ചു എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നതും. ആദ്യഘട്ടത്തിൽ 8 മരണം എന്ന് പറഞ്ഞു, പിന്നീട് 22ലേക്കും 50ലേക്കും ഉയർന്നു. ഇപ്പോൾ 95 പേർ മരിച്ചു എന്നുള്ള സ്ഥിരീകരിച്ച വിവരമാണ്
പുറത്തു വരുന്നത്. 22 നേപ്പാൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം നൂറുകണക്കിന് പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യയുടെ സഹായം നേപ്പാൾ തേടിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, അരുൺ പറഞ്ഞതുപോലെ ഒരു ഇമിഗ്രേഷൻ ഓഫീസിന്റെ ബഹുനില കെട്ടിടത്തിന് മുകളിലേക്ക് വെള്ളം വരുന്ന രൂപത്തിലായിരുന്നു ആ ദൃശ്യങ്ങൾ. ഭയാശങ്ക ഉണർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭോട്ടെ കോശി നദിയിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് വന്നതാണ് അപകടത്തിന് കാരണം. ഇതിന്റെ പ്രഭവ സ്ഥാനത്ത് മഞ്ഞുമല ചെറിയൊരു ഭൂചലനം ഉണ്ടായി എന്നത് തന്നെയാണ് സ്ഥിരീകരിച്ചു വരുന്ന റിപ്പോർട്ട്. ചെറിയൊരു ഭൂചലനം ഉണ്ടായി, മഞ്ഞുമലയും പാറകളും ഇടിഞ്ഞു വീണ് അത് കുത്തിയൊലിച്ച് വരികയായിരുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിച്ച വിവരമായി നേപ്പാൾ അധികൃതർ പറയുന്നത്. കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയവരെയാണ് കാണാതായിട്ടുള്ളത്. ഇതിൽ 133 ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നത്. ടൂർ ഓപ്പറേറ്ററുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് നേപ്പാൾ സർക്കാർ കൃത്യപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഇതിൽ മലയാളികളുണ്ടോ എന്നുള്ള സംശയമുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 36 അംഗ മലയാളി സംഘം സുരക്ഷിതരാണ് എന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയ 1.5 വയസ്സുള്ള ചില കുഞ്ഞുങ്ങൾ അടക്കമുള്ള ഒരു സംഘമാണ് ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന വാർത്ത ആശ്വാസകരമായി വരുന്നത്. കൂടുതൽ മലയാളികളുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. നേപ്പാളിന് എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് 10 ടൺ അവശ്യ സാധനങ്ങളും മരുന്നുകളും വ്യോമസേന വിമാനങ്ങളിൽ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും നേപ്പാളിൽ രക്ഷാപ്രവർത്തനം തുടരുമ്പോഴും വീണ്ടും അപകടമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ടിബറ്റിലെ ഈ പ്രഭവ സ്ഥാനത്ത് മറ്റൊരു മഞ്ഞു തടാകമുണ്ട്, ഇപ്പോൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് തകർന്നാൽ വീണ്ടും പ്രളയത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ചൈന നൽകിക്കഴിഞ്ഞു. ടിബറ്റ് ചൈന അതിർത്തിയിലെ റസുവ ജില്ല ആകെ തന്നെ നശിച്ചു എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അരുൺകുമാർ, മാനസരോവർ കൈലാസ യാത്രയ്ക്ക് പോയ നിരവധി നൂറുകണക്കിന് ആളെ, ഇനിയും മരണസംഖ്യ ഓരോ നിമിഷത്തിലും കൂടുന്നതാണ് കാണുന്ന കാഴ്ച. നിലവിൽ വന്ന അപ്ഡേറ്റ് അനുസരിച്ച് 95 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 25 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം നൂറുകണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യയുടെ സഹായം പ്രധാനമാണ്. എല്ലാവിധ സഹായവും നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് 10 ടൺ അവശ്യ സാധനങ്ങളും മരുന്നുകളും ഇന്ത്യയിൽ നിന്ന് വ്യോമസേന വിമാനം മാർഗം നേപ്പാളിലേക്ക് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അരുൺ. Okay.